ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ പീസ്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നൊരു കാർ ഫോർ സെയിൽ കാർ ഡീലർഷിപ്പ് സിമുലേറ്റർ പറഞ്ഞിട്ടൊരു ഗെയിമാണ്. നമ്മളൊന്ന് കളിച്ചു നോക്കാം. കാണുന്നതിന് മുന്നേ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. കാണുന്നവർ കുറേ ആൾക്കാർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഈ ഗെയിം വിൽക്കുക മേടിക്കുക അങ്ങനത്തെ ബന്ധപ്പെട്ടുള്ള ഞാൻ കുറച്ചൊക്കെ കളിച്ചു. അപ്പോൾ എനിക്ക് ഈ ഒരു സാധനം കിട്ടി. അപ്പോൾ ഞാൻ കട്ടു എന്താ ഇവിടെ തടഞ്ഞിക്കണേ? വാട്ട് എന്തെന്ന് പോട്ടെ സ്ഥലത്ത് ഇവിടെ തടഞ്ഞിക്കണെന്ന് എനിക്കറിയില്ല. തടഞ്ഞിക്കണ എന്ത് ചെയ്യുന്നില്ല. കസ്റ്റമർ ഓപ്പൺ ഡീലർഷിപ്പ് താങ്ക്സ് നോ ഇറ്റ് കസ്റ്റമർ. നമ്മളെന്ത് കണ്ടിട്ട് ഇപ്പോൾ ഏതോ മേടിക്കാതെ നമുക്ക് മേടിക്കാനുള്ള പൈസ ഒന്നും ഇല്ല. അതാണ് വേറെ കാര്യം. കാശി ഏടക്ക് പ്രാന്തൊക്കെ പാടെ കയറുന്നുണ്ട്. കാശി ഈ ഏട് പ്രാന്താണ്. നമ്മൾ ബാക്ക് അടിക്കും. അപ്പോൾ നമ്മൾ ആദ്യം വലിയ കളിക്കും. അപ്പോൾ സിമ്പിൾ പുമ്പ് പോപ്പ് നമുക്കിന്ന് ഇതിൽ അപ്പുറത്തേക്ക് പോകാൻ പറ്റാത്തെന്ന് ഞാൻ വിചാരിക്കണം. സെൽ കാസ്റ്റ് ടു കസ്റ്റമറോ ഞാൻ സെല് ചെയ്യാനല്ലേ വെച്ചിക്കണത്. ഇതാരെങ്കിലും വന്നാലേ ഞാൻ സെല് ചെയ്യാം. എന്താ ഇവരൊക്കെ പറയുന്നത്? കാർ ഡീറ്റെയിൽസ് ഡാമേജ് കുറേ ഉണ്ട്. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പാക്ക് സംഭവം ഇതിനപ്പം എന്താ വെച്ചാൽ ഞാൻ മുന്നേ കളിച്ചപ്പോൾ കുഴപ്പമുണ്ടായില്ലല്ലോ. എന്തോ പ്രശ്നമുണ്ട് ഗൈസ്, എനിക്കറിയാം. ഇവിടെ കയറി പറ്റുമോ? എന്താ ഇവിടെ തടഞ്ഞിക്കണ പ്രാവശ്യം? സെൽ കാസ്റ്റ് അതിന് കസ്റ്റമർ വന്നാലല്ലേ ചങ്ങായിമാരെ. ഇപ്പം ഞാനിതിപ്പോൾ എന്താ കാട്ടുക? നമ്മളെ ഗെയിം തെറാപ്പിസ്റ്റ് പുതിയ വീഡിയോ ഇറക്കിക്കണു. സെൽ കാസ്റ്റ് നമ്മൾ പൈസ കളഞ്ഞിട്ട് പുതിയ കാറ് മേടിക്കട്ടോ. എന്താ ചോദിക്കട്ടെ, കണ്ണും പൊട്ടി മേടിക്കാൻ പോവാ. ഇതിട്ടാ മേടിക്കാം. കിട്ടിയില്ലേ? വന്നു. വിറ്റു 450 കോസ്റ്റോ. എന്തിനു ഒന്നേ നടക്കില്ല. നമ്മളെ ബാഗ് മുട്ടടാക്കി. ഇത് കുഴപ്പമില്ല, നല്ല റേറ്റ് തന്നെയാണ്. ഇത് ഭ്രാന്തേട് അതുകൊണ്ട് ഞാൻ മടങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ എന്ത് ചെയ്യണം? ബാക്ക് അടിക്കണം. ഞാൻ മുന്നേ പറഞ്ഞ മാതിരി അടിക്കുക, ബാക്ക് അടി ചെയ്യുക. സിമ്പിൾ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ വീഡിയോ കാണുന്നവർ പകുതി മുക്കാലും ലൈക്കും ഷെയർ അടിക്കാതെ പോകും. എന്താ ഗൈസ്, പ്ലീസ് ലൈക്കും. നമുക്കൊരു സ്ഥലത്ത് കൊണ്ട് ഈ സ്ഥലങ്ങൾ കണ്ടുനോക്കും. കീഴിൽ പോകും. ഏതൊക്കെ കാറുകൾ നിങ്ങൾ കണ്ടുനോക്കും. നമ്മളിവിടെ എടുക്കും. അപ്പോൾ എൻ്റർ ബ്രിട്ടീഷ് ഏത് കാറുകളുണ്ട് നോക്കുങ്ങളി. പക്ഷെ നല്ല കാശട്ടെ. ഇത് വന്ന് മേടിക്കാൻ നമ്മളതിൽ കാശില്ല. എന്തെങ്കിലും 14,000 140,000 ആണോ? അത്രയ്ക്ക് വലിയ പൈസ ഒക്കെ ഉണ്ടോ? നിങ്ങൾ ചതിച്ചിട്ടോ. നമുക്ക് കടയ്ക്ക് മാർക്കറ്റിക്ക് പോവാം. സാധനം മേടിക്കാം. സാധനം കാർ മാർക്കറ്റിക്ക് പോവാം. പോരെ
കമൻറ്റും ചെയ്യണ്ട, മറക്കണ്ട. ആളില്ലേ? ഉണ്ട്. നമ്മൾ ഇത് വിൽക്കാൻ പേടിക്കാം. എന്താ മോനെ ഇത് എന്ത് പറ്റുമോ? കുറക്കാറ്റോ? പകുതിക്കാലം കുറക്കണം, എന്നാലും പറ്റൂല. നമ്മുടെ കയ്യിൽ അത്ര കാശില്ല. ഇത് അൺലോക്ക് ചെയ്യാൻ കുറേ വേണം, പറഞ്ഞിട്ട് കാര്യമില്ല. മഴ കണ്ടാലും മതി. എത്ര ഞാൻ വിചാരിച്ചു, എത്ര മനസ്സിലായില്ല. ഭ്രാന്ത് ഇത്ര ഉള്ളു. ഇതോ മേടിക്കണോ? മേടിക്കാം. എന്നിട്ട് 4000 എന്നിട്ട് നമ്മൾ വേണമെങ്കിൽ 5000 വിൽക്കും. എങ്ങനെ ഐഡിയ? ഡാമേജ് വന്നു. ഡാമേജ് കൊടുക്കും. മതി വിചാരിച്ചു എന്താണ് ഡാമേജ് വരുന്നു. ഇപ്പുറത്ത് സ്ഥലം ഇല്ല. ഞാൻ പറ്റുമോ? നീ പൊട്ടത്തിനോട് എന്താ വേണ്ട? റിപ്പയർ ചെയ്യാട് കാണണം. അപ്പോൾ ആവശ്യമില്ല, പൈസ കൊടുക്കും. ഈ റിപ്പയറിങ് പറഞ്ഞിട്ട് ഈ സാധനം ഞാൻ വട്ടിടുന്ന ഈ സാധനം മുഴുവനായ റിപ്പയറിങ് ചെയ്യുന്നതാണ് ഇത് അർത്ഥം. നമ്മൾ ലെവൽ ഇപ്പോൾ വെറും 3 ആയിട്ടുള്ളൂ. ഇറക്കിക്കോ. നമ്മളിത് വെക്കും. സെല്ലിയ പൊളിക്കും മച്ചമര. ഇത് സെറ്റാവും. ഇത് നമ്മളാ കാറ് മേടിക്കാൻ പോകുന്നിടത്ത് കണ്ടല്ലേ ഈ സാധനത്തിന്. എന്താണ്? അതെന്താ പ്രേതോ? എന്താണ് കണ്ട? ഹലോ. നടക്കൂല. അയ്യോ മതി അത് മതി. ഇത് വീഡിയോയിൽ പകുതി മുക്കാലും വേടാ. നമ്മൾ പോയിട്ട് സാധനം നോക്കാം. ടാസ്ക് കിട്ടടാ. ഓണം കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ സാധനത്തിന് എന്തെങ്കിലും, ഞാൻ പറഞ്ഞില്ല അവിടെ ഒരു സാധനം ഉണ്ട്. ഇത് നെയ്ബർഹുഡ് പറഞ്ഞാൽ അവിടെ കുറേ ബന്ധുക്കളുണ്ട്. അവരിൽ നിന്ന് നമ്മൾ മേടിക്കണം. അതാണ് തോന്നുന്നു. ഇങ്ങോട്ട് പോവാം. താങ്ക് യു ഫോർ ട്രാവലിംഗ് വിത്ത് us. എടാ പ്രാവശ്യങ്ങളും നല്ല കിട്ടാണ്. ഇതെന്നാ 14,000 തന്നെയാണ് ഇതിനല്ലേ? എടാ ശേ, ഇങ്ങനെ
കാർ വർക്ക്ഷോപ്പിക്ക് പോലെ വർക്ക്ഷോപ്പിക്കല്ല മാർക്കറ്റ്. വണ്ടി കിട്ടോ. ഈ സാധനത്തിന് വാങ്ങും എന്നിട്ട് നല്ല പൈസ കൂട്ടുക. എന്തൊക്കെ ആണെങ്കിൽ ഇത് വാങ്ങാൻ പറഞ്ഞാൽ നമ്മൾ പൈസ ഇല്ല. കുറേ പഞ്ചടയിലൊക്കെ അടിച്ചു, പക്ഷെ പൈസ ഇല്ല. ഇത് അൺലോക്കാവാൻ തോന്നുന്നില്ല. ഞാൻ വിചാരിച്ചു ഇതൊക്കെ വേണം മോനെ. എല്ലാ സാധനങ്ങളും അടിപൊളിയാണോ. ഇതൊക്കെ കിട്ടിയാൽ മതി മോനെ. ഇതൊന്ന് കിട്ടൂടോ. സെറ്റ് സാധനങ്ങളോടെ ഇവിടെ ഉണ്ടായി. ഇത് അതുമാണ് ഭ്രാന്ത്. ഇതെന്താ ഇവിടെ എന്തൊരിതാണിത്. ഇത് കൊടുക്കും. എൻ്റെ മോന് മുച്ചാനെ യൊപ്പായുടെ ഗൊമ്മളെ. എൻ്റെ മോന് പൊട്ടി. ഡാമേജ് ട്രക്കിൽ തന്നെ പോവാം. ചുറ്റോടോ. നമ്മളിപ്പോൾ എങ്ങനെ പോവാടുക്ക്? ബസ്സൊന്നും വേണോ? അത്രയല്ലേ പൈസ ഒന്നും ഇല്ലട്ടോ നമ്മളെ കയ്യിൽ. തന്നെ പറയാം. ഇത് ഞാൻ കുറേ പൈസ ഒക്കെ വെക്കും മോനെ. ഞാൻ പറയുന്നു കുറേ പൈസ ഒക്കെ വെക്കും മോനെ. സെറ്റ് സാധനം. അതിൻ്റെ ഒച്ചങ്ങൾ കേട്ടില്ലേ? എൻ്റെ അമ്മ, ഇങ്ങനത്തെ സെറ്റ് സാധനം. ഇതിനെ നമ്മുടെ ഹോമിക്ക് വെക്കാം. അല്ലെങ്കിൽ ഇതൊന്ന് വർക്ക്ഷോപ്പിലേക്ക് ഇത് കൊണ്ടുപോകാം. കാശുണ്ടോ? ഇനി നമുക്ക് ആഡ് കാണാം. നമ്മളതിൽ പൈസ ഇല്ല, ഞാൻ പറഞ്ഞില്ലേ. ആഡ് കാണാൻ പറ്റില്ലേ? അയ്യോ, ആഡ് കാണാൻ പറ്റില്ല. രാത്രിയോ? ഓ, ഇനി നമുക്ക് പോയി ഉറങ്ങാം. അങ്ങനെ ഉണ്ട് ഇതിൽ. കൊണ്ടുപോയി ഏതോ സാധനം പോലെ. നമ്മൾ പോയി ഉറങ്ങാം. ഇത് സെറ്റ് ചെയ്യേണ്ട മോനെ. എവിടെ മോനെ സെറ്റ് ചെയ്ത നമ്മളെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. എൻ്റെ മോനെ, ഈ സാധനം ഞാൻ വിചാരിച്ചു. നമ്മൾ ഈ വീഡിയോ ഇവിടുന്ന് അതിൻ്റെ പേയാണ്. എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യണം. ഇനി നമ്മൾ ഇതിൻ്റെ പാർട്ട് ചിലപ്പോൾ തുടരും. പ്ലീസ്. ഇതിൻ്റെ സെറ്റ് സാധനം ഞാൻ കളിക്കുമ്പോഴേ നല്ല ഇഷ്ടപ്പെട്ടത്.